അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: ഒരു മത്സരയോട്ടത്തിൽ ഫിനിഷിംഗ് പോയിന്റിന് 200 മീറ്റർ അകലം വരെ ലാലുവും രാമുവും ഒപ്പം ഓടിയെത്തി. പിന്നീട് അങ്ങോട്ട് 100 മീറ്റർ ലാലു ഓടിയപ്പോൾ രാജു 80 മീറ്റർ മാത്രമേ പിന്നിട്ടുള്ളൂ. എങ്കിൽ ലാലു ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ രാമു എത്ര ദൂരം പിന്നിലായിരിക്കും? ഓക്കെ, അപ്പോൾ ലാലു ഓടുന്നുണ്ട്, രാമു ഓടുന്നുണ്ട്. ഇനി അങ്ങോട്ട് എത്രയുണ്ട്? 200 മീറ്ററും കൂടെ ബാക്കിയുണ്ട് എന്നുള്ള ഒരു സ്ഥിതിയിലെത്തിയ സമയം വരെ രണ്ടുപേരും എങ്ങനെയായിരുന്നു? രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഉള്ളത്, ഒരേ ലെവലിൽ തന്നെ ഓടിക്കൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് 100 മീറ്റർ ലാലു ഓടിയപ്പോൾ, ഇത് ലാലു ആണെന്ന് വിചാരിക്കാം, ഇത് രാജു ആണെന്ന് വിചാരിക്കാം. പിന്നീട് അങ്ങോട്ട് 100 മീറ്റർ ഓടി ലാലു ഓടി. ആ സമയത്ത് രാജു എത്ര ഓടി? 80 മീറ്ററേ ഓടിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന സമയത്ത് രാമു എത്ര ദൂരം പിന്നിലായിരിക്കും എന്നാണ് ചോദിച്ചത്. വളരെ സിമ്പിളാണ്. ഒരു 100-ല് രാമു 80 ഓടിയുള്ളൂ, അടുത്ത 100-ലും രാമു എത്രയേ ഓടുള്ളൂ? 80 ഓടുള്ളൂ. 100 + 100 200 ആയപ്പോഴേക്ക് ആദ്യത്തെ ആളാ ലാലു ഫിനിഷിംഗ് പോയിന്റിൽ എത്തും. പക്ഷെ രാമു 80 + 80 എത്രയേ ഓടുള്ളൂ? 160 ഓടുള്ളൂ. എത്ര ദൂരം പിന്നിലായിരിക്കും? 160. പിന്നെയും ഒരു 40 കൂടെ ഓടിയാലേ ഫിനിഷിംഗ് പോയിന്റിൽ എത്തൂ. അപ്പൊ 40 മീറ്റർ പിന്നിലായിരിക്കും. അപ്പൊ 40 ആണ് ഉത്തരം.